തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് തിരിമറി വിവാദത്തിൽ മൗനം തുടരുകയാണ് കേന്ദ്രമന്ത്രി. ആരോപണങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് മുഖം തിരിച്ച തൃശൂർ MP മാധ്യമങ്ങളെ പരിഹസിക്കാൻ പക്ഷേ മറന്നില്ല. ഇത്രത്തോളം സഹായിച്ചതിനും മലയാളികൾ സുരേഷ് ഗോപിയിൽ നിന്ന് ഈ മൗനമാണോ പ്രതീക്ഷിക്കുന്നത്? പ്രത്യേകിച്ച് പ്രതികരിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആവേശം അറിയുന്നവർ. ആളാവാൻ വരരുത്. കോടതിയാണ് ഇനി നോക്കുന്നത്. അവര് നോക്കിക്കോളും. എന്ത് കോടതിയാ? Do you want me to continue? Please tell me. Ask her to move back. നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത്? നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത്? നിങ്ങൾ കോടതിയാണോ? അല്ലല്ലോ. പ്ലീസ് ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. കോടതി അതിനാണ്. കോടതി പറയും. എന്താ പറഞ്ഞ? നിങ്ങൾ പിന്നെയും ഇങ്ങനെ കുത്തിക്കയറ്റാതെ. നിങ്ങൾ ചോദിച്ചു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. താങ്ക് യു. എന്താ ഇങ്ങനെ? എൻ്റെ വഴി എൻ്റെ അവകാശമാണ്. പ്ലീസ്. ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ? ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ് ബി കെയർഫുൾ. സൗകര്യമല്ല പറയാൻ. പോലീസ് എന്തിനാ നിൽക്കുന്നത്? ക്ലിയർ മൈ വേ പ്ലീസ്. സൗകര്യമില്ല പറയാൻ. നിങ്ങളോട് പറയാൻ സൗകര്യമില്ല. ഇനി ഇന്ന് മാത്രം പുറത്തു വന്ന തൃശൂരിലെ ചില ക്രമക്കേടുകളിലേക്കാണ്. BJP ജില്ലാ നേതാവിന്റെ മേൽവിലാസം പറയാക്കി സംസ്ഥാന ഉപാധ്യക്ഷനും വോട്ട് ചെയ്തു. തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റും കൌൺസിലറുമായ V. ആതിരയുടെ വിലാസം ഉപയോഗിച്ചാണ് V. ഉണ്ണികൃഷ്ണൻ വോട്ട് ചെയ്തത്. BJPയുടെ തൃശൂർ കോർപ്പറേഷനിലെ കൗൺസിലറായ V. ആതിരയുടെ വീട്ടിൽ ആ ഒരു വീട്ടഡ്രസ്സിൽ മാത്രം ഏകദേശം 10ഓളം വോട്ടുകൾ ചേർത്തി എന്നുള്ളതാണ്. ജില്ലാ നേതാവിൻ്റെ അഡ്രസ്സിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ വോട്ട് ചേർത്തിയവരിൽ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ V. ഉണ്ണികൃഷ്ണനും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൊന്നാനിയിൽ വോട്ടുള്ള അദ്ദേഹം അവിടുത്തെ വോട്ട് ക്യാൻസൽ ആക്കാതെയാണ്, അവിടുത്തെ വോട്ട് ഡിലീഷൻ കൊടുക്കാതെയാണ് ഇവിടെ തൃശ്ശൂരിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരിക്കുന്നത്. തൃശ്ശൂരിൽ വോട്ടർ പട്ടികയിൽ പേര് വരികയും അദ്ദേഹം ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ തന്നെ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. അതുപോലെ തന്നെ ആതിരയുടെ ഭർത്താവിൻ്റെ സഹോദരൻ, കൂടാതെ ഈ തൃത്താല മേഖലയിലുള്ള മറ്റു ഒരു BJPയുടെ പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഈ ഒരു വോട്ടർ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത്.